Hare Hare Rama 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 Hare Krishna 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 Hare Rama 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 Hare Krishna 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 Hare Rama Rama Hare Krishna 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 Hare Rama Rama Hare Krishna Krishna Hare Rama Hare Krishna Krishna Hare Rama Hare Krishna Krishna Hare Rama Hare Krishna 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 Hare Rama 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 Hare Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda Hare Krishna Hare Krishna Hare Krishna Mataji. Thank you Mataji. Pranama. Hare Krishna Mataji. Hare Krishna. Hare Krishna. Om Namo Bhagavate Hare Krishna Vasudevaya. Om Mataji. Namo Bhagavate Vasudevaya. Om Hare Namo Krishna. Bhagavate Vasudevaya. Om Ajnanatimirandasya Jnananjana Shalagaya Chakshurunmilitam Yena Tasmai Shri Guruve Namah. Namo Vishnu Padaya Krishna Preshtaya Bhutale Srimade Bhaktivedanta Swaminidhi Namine. Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatyatechatarine. Jai Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Sri Vasadi Gaura Bhakta Vrinda. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna Nigama Kalpatarorgalidam Phalam Shukamukhamrita Drava Samyutam Pibata Bhagavatam Rasamalayam Muhuraho Rasiga Bhuvi Bhavugaha Narayanam Namaskrityam Naram Chaiva Narottamam Devim Sarasadim Vyasam Tato Jayamudirayet Nashtaprayeshu Bhatreshu Nityam Bhagavata Sevaya Bhagavade Uttama Sloge Bhaktir Bhavadinaishtagi Krishnaya Vasudevaya Devaki Nandanaya Cha Nanda Gopakumaraya Govindaya Namo Namah. Hare Krishna 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 Hare 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 Rama 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 Hare Hare. Hare Krishna. Sri Sri Radha Govind Temple ISKCON Mangalore ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൃഷ്ണ. ഹരേ പ്രണാമം. കൃഷ്ണ. രണ്ടാമത്തെ സ്കന്ധം ഒന്നാമത്തെ അധ്യായത്തില് ഭഗവത് സാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യപടി, അതിലെ 15 ശ്ലോകം വരെ നമ്മൾ കണ്ടു. ഇന്ന് 16ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുക്കാനുള്ളത്. ഇന്നലത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഇന്നലെ ആരാണ് പരീക്ഷിത് മഹാരാജാവിന് ശൂദ മഹർഷി ഖഡ്വാംഗ മഹാരാജാവിനെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ കേട്ടത് അല്ലെ. അതായത് എന്താ പറഞ്ഞത്? ഖഡ്വാംഗ മഹാരാജാവിന് പരീക്ഷിത് മഹാരാജാവിന് ഒരാഴ്ച സമയം കിട്ടിയില്ല. പക്ഷെ ഖഡ്വാംഗ മഹാരാജാവിന്റെ തന്റെ ആയുസ് പറഞ്ഞത് ഒരു മുഹൂർത്തം, ഏകദേശം 48 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് ഉടൻ തന്നെ അദ്ദേഹം, രാജർഷി ആയിട്ടുള്ള അദ്ദേഹം എന്താ ചെയ്തത്? ഖഡ്വാംഗ മഹാരാജ് എല്ലാ ഭൗതിക ബന്ധങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിച്ച് മുക്തി നേടിയതായിട്ടാണ് 13ാമത്തെ ശ്ലോകത്തില് ശുകദേവ മഹർഷി നമുക്ക് പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് 14ാമത്തെ ശ്ലോകത്തില് പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ്, ഖഡ്വാംഗ മഹാരാജാവിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിനോട് എന്താ പറഞ്ഞത്? ഇനിയും 7 ദിവസത്തെ ആയുസ് ബാക്കിയുണ്ട് പരീക്ഷിത് മഹാരാജാവിന്. അപ്പോൾ ആ സമയത്തിനുള്ളില് അടുത്ത ജന്മത്തിനായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, അതായത് പ്രധാനമായിട്ട് എന്താ പറഞ്ഞത്? ഭഗവാന്റെ ലീലകളെ കുറിച്ചുള്ള ശ്രവണം, ഭാഗവത ശ്രവണം പൂർത്തിയാക്കാൻ സാധിക്കുന്നുള്ളത് ശുകദേവ മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നതാണ്. പിന്നെ 15ാമത്തെ ശ്ലോകത്തില് മരണസമയത്തുള്ള കർത്തവ്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ ജീവിത അവസാനത്തില് ഒരുവൻ മരണം ഭയം വെടിയണം എന്നാ പറയുന്നത്. നമ്മള് ആ മരണത്തെ കുറിച്ചുള്ള ഭയം നമുക്ക് ഉണ്ടാകാതെ ഇരിക്കുക. ഒപ്പം തന്നെ നമ്മൾ എന്താണ്, ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയാണ് ബന്ധപ്പെട്ട, അതായത് അടുത്ത ബന്ധങ്ങൾ, നമ്മുടെ ബന്ധങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മോചനം നേടണം എന്നാണ് പറയുന്നത്. അതായത് ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഭാര്യ, മക്കള്, കുടുംബം തുടങ്ങിയ ഭൗതിക വസ്തുക്കളോടുള്ള ആസക്തിയെല്ലാം ഇല്ലാതാക്കണം, വിച്ഛേദിക്കണം എന്നുമാണ് ആ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഭൗതിക ബന്ധങ്ങളും വിച്ഛേദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സാധിക്കുന്നത്? മരണഭയം ഇല്ലാതെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. അതുവരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ശ്ലോകം 16 എന്ന് എടുക്കേണ്ടത്. 16ാമത്തെ ശ്ലോകമാണ്.
ഹരേ കൃഷ്ണ. അതിനെ കുറിച്ച് തന്നെയാണ് ഇനി അടുത്ത ശ്ലോകത്തിലും പറയുന്നത്, 15ന്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗൃഹാത് പ്രവൃജിതോ ധീര പുണ്യ തീർത്ഥാജലാപ്ലുതഃ ശുചൗ വിവിക്ത ആസീനോ വിധിവത് കൽപ്പിതാസനെ. ഗൃഹാത് പ്രവൃജിതോ ധീര പുണ്യ തീർത്ഥാജലാപ്ലുതഃ ശുചൗ വിവിക്ത ആസീനോ വിധിവത് കൽപ്പിതാസനെ. ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് പ്രവചിതോ ധീര പുണ്യതീർത്ഥ ജലാപ്ലുത ശുചോ വിവിക്ത ആസീനോ വിധിവത് കൽപ്പിതാസനെ. ഹരേ കൃഷ്ണ. ഗൃഹാത് ഒരുവന്റെ ഭവനത്തിൽ നിന്നും, പ്രവൃജിത പുറത്തു പോയതിനു ശേഷം, ധീര ആത്മനിയന്ത്രണമുള്ള, പുണ്യമുള്ള, തീർത്ഥാടന സ്ഥലം, ജല ആപ്ലുത പൂർണമായും കഴുകി, ശുദ്ധമാക്കി, വിവിക്തേ ഏകാന്തനായി, ആസീന ആസനസ്ഥനായിട്ട്, വിധിവത് നിയമവ്യവസ്ഥകൾക്കനുസൃതമായി, കൽപ്പിത പോയ ശേഷം, ആസനെ ഇരിപ്പിടത്തിൽ. ഇവിടെ പറയുന്നത് വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഒരുവൻ തീർച്ചയായിട്ടും ഗൃഹം ഉപേക്ഷിച്ച് ആത്മനിയന്ത്രണം പരിശീലിക്കണം. ഒരു പുണ്യസ്ഥലത്ത് നിത്യേന സ്നാനം ചെയ്യുകയും യഥാർഹമായ പവിത്രതയുള്ള ഒരു ഏകാന്ത സ്ഥലത്ത് ഉപവിഷ്ടനാവുകയും വേണം. ഇപ്പോൾ നമുക്ക് നടക്കാത്ത കാര്യങ്ങളാണല്ലേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താ പറയണത്? ഒരുവൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഗൃഹം ഉപേക്ഷിച്ച് ആത്മനിയന്ത്രണം പരിശീലിക്കണം. പിന്നെ ഒരു പുണ്യസ്ഥലത്ത് നിത്യേന സ്നാനം ചെയ്ത് യഥാർഹമായ പവിത്രതയുള്ള ഒരു ഏകാന്ത സ്ഥലത്ത് ഉപവിഷ്ടനാവുകയും വേണം. അപ്പൊ ഒരു പവിത്ര സ്ഥലത്ത് ഇരിക്കുകയും വേണം. പിന്നെ നിത്യേന പുണ്യമായ സ്ഥലത്ത് സ്നാനം ചെയ്യണം. അതിനേക്കാൾ ഉപരി എന്താ പറഞ്ഞത്? ഗൃഹം ഉപേക്ഷിച്ച് ആത്മനിയന്ത്രണം പരിശീലിക്കണം എന്നാണ് ശുകദേവ മഹർഷിയുടെ പറയുന്നത്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രേഷ്ഠമായൊരു അടുത്ത ജീവിതത്തിലേക്ക് തയ്യാറെടുക്കുന്നതിന് ഒരുവൻ തീർച്ചയായും അവൻ്റേതെന്ന് അവകാശപ്പെടുന്ന ഗൃഹം ഉപേക്ഷിച്ച് യാത്രയാകേണ്ടിയിരിക്കുന്നു. 50 വയസ്സ് കഴിഞ്ഞ ഒരുവൻ കഴിയുന്നത്ര വേഗം കുടുംബ ബാധ്യതകളിൽ നിന്ന് വിരമിക്കണമെന്ന് വർണ്ണാശ്രമ ധർമ്മം അഥവാ സനാതന ധർമ്മം നിർദ്ദേശിക്കുന്നു. കുടുംബത്തിന്റെ സന്തോഷത്തെയും ഉന്നത നിലവാരമുള്ള സുഖ സൗകര്യങ്ങളെയും ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആധുനിക പരിഷ്കാരം. ആകയാൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം സ്ത്രീകളായാലും കുട്ടികളാലും അലങ്കരിക്കപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഗൃഹത്തിൽ നിന്നും പുറത്തു പോകാതെ വളരെ സുഖകരമായൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും കനത്ത പ്രതിഫലം ലഭിക്കുന്നതും ബഹുമാന ചിഹ്നവുമായ അവരുടെ പദവികളിൽ മരണം വരെ പറ്റി പിടിച്ചു നിൽക്കുന്നു. മാത്രമല്ല ഗൃഹജ സൗകര്യങ്ങൾ ഉപേക്ഷിക്കാൻ അവർ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല. അത്തരം വ്യാമോഹങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഭൗതികവാദികൾ കൂടുതൽ സുഖത ജീവിതത്തിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഇവിടെ പറയുന്നത് എന്താ പറയുന്നത്? ശ്രേഷ്ഠമായൊരു അടുത്ത ജീവിതത്തിലേക്ക് തയ്യാറെടുക്കുന്നതിന് ഒരുവൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അവൻ്റേതെന്ന് അവകാശപ്പെടുന്ന ആ ഗൃഹം അത് ഉപേക്ഷിച്ച് യാത്രയാകേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ ഗൃഹം ഉപേക്ഷിച്ച് യാത്രയാകേണ്ടത് അത്യാവശ്യമാണ്. എന്ത്? അടുത്ത ജീവിതത്തിലേക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട്. 50 വയസ്സ് കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? കഴിയുന്നത്ര വേഗം കുടുംബ ബാധ്യതകളിൽ നിന്ന് വിരമിക്കണമെന്ന് വർണ്ണാശ്രമ ധർമ്മത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സനാതന ധർമ്മത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ കുടുംബത്തിന്റെ സന്തോഷത്തെയും ഉന്നത നിലവാരമുള്ള സുഖ സൗകര്യങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് എന്ത് ഇന്നത്തെ നമ്മുടെ ആധുനിക പരിഷ്കാരത്തിലുള്ള നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം സ്ത്രീകളാലും കുട്ടികളാലും അലങ്കരിക്കപ്പെട്ട എല്ലാ സജ്ജീകരണമുള്ള ഗൃഹത്തിൽ നിന്ന് പുറത്തു പോകാതെ വളരെ സുഖകരമായൊരു ജീവിതമാണ് എന്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വളരെ സുഖകരമായിട്ട് ഉള്ളൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും പുറത്തു പോകാതെ നമ്മൾ അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിമാരും എല്ലാം കനത്ത പ്രതിഫലം ലഭിക്കുന്നവരും ബഹുമാന ചിഹ്നവുമായിട്ടുള്ള അവരുടെ പദവികളില് മരണം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് എല്ലാവരും.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മോചനം നേടാനായിട്ട് ഉപേക്ഷിക്കാൻ സ്വപ്നത്തിൽ പോലും ഒരാളും ആഗ്രഹിക്കുന്നില്ല. അപ്പോ അത്തരത്തില് വ്യാമോഹങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഭൗതികവാദികൾ കൂടുതൽ ജീവിതത്തിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഭൗതികവാദികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ സുഖജീവിതത്തിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞത് നമ്മൾ അതിൽ നിന്നും മോചനം നേടാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ ഒട്ടും ദയയില്ലാതെ പെട്ടെന്ന് ഒരു നാൾ പൈശാചികമായ മരണം കടന്നു വരികയും അവന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ആ മഹാ ആസൂത്രകനെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ മരണം എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്നാണ് കടന്നു വരുന്നത്. പൈശാചികമായിട്ടുള്ള മരണം കടന്നു വരുന്നു. അപ്പൊ അവന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ട് എന്ത് ചെയ്യും? ഈ ആസൂത്രണം ചെയ്തിരിക്കുന്നവനെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അപ്രകാരം മറ്റൊരു ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടി വർത്തമാന ശരീരം ഉപേക്ഷിക്കാൻ അയാൾ നിർബന്ധിതനാകുന്നു. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? പുതിയൊരു ശരീരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, മറ്റൊരു ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സ്വന്തം കർമ്മഫലങ്ങൾക്കനുസരിച്ച് 84 ലക്ഷം ജീവിവർഗങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യത്യസ്ത ശരീരം സ്വീകരിക്കുവാൻ അത്തരം ഒരു ആസൂത്രകൻ നിർബന്ധിതനായി തീരുന്നു. അപ്പൊ നമുക്ക് ഈ ശരീരം വിട്ട് വേറെ ഒരു ശരീരം സ്വീകരിക്കാനായിട്ട് നിർബന്ധിതനായി തീരാണ്. അതിന് ഈ 84 ലക്ഷം ജീവിവർഗങ്ങളിലെ ഏതെങ്കിലും ഒരു ശരീരം അതെങ്ങനെയാണ്? നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കേണ്ടതായിട്ട് വരും. കുടുംബ സൗഖ്യങ്ങൾ അത്യന്തം പ്രിയമുള്ളവർക്ക് പാപനിർഭരമായ ദീർഘജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്കനുസരിച്ച് സാമാന്യന് അടുത്ത ജീവിതത്തിൽ അധർമ്മവർഗത്തിലുള്ള ജീവിതമാണ് സമ്മാനിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടുത്ത ശരീരം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുടുംബ സൗഖ്യങ്ങളിൽ അത്യന്തം പ്രിയമുള്ളവർക്കാണെങ്കിലോ പാപനിർഭരമായിട്ടുള്ള ദീർഘജീവിതത്തിൽ അവർ ചെയ്തു കൂട്ടിയ, അതായത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് അടുത്തൊരു ജന്മത്തിൽ, അടുത്ത ജീവിതത്തില് നമുക്ക് ആ ശരീരം കിട്ടുന്നത്. അപ്രകാരം മനുഷ്യജന്മത്തിന്റെ എല്ലാ ചൈതന്യവും നഷ്ടപ്പെടും. അപ്പൊ പാപകരമായ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ട് നമുക്ക് അധർമ്മവർഗത്തിലുള്ളൊരു ശരീരമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആ മനുഷ്യജന്മത്തിന്റെ എല്ലാ ചൈതന്യവും അവിടെ നഷ്ടപ്പെട്ടു പോകാണ് ചെയ്യുന്നത്. മാനവ ജീവിതം പാഴാക്കി കളയുന്നതിലൂടെ ഉണ്ടാകുന്ന ആപത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായും അയഥാർത്ഥങ്ങളായ കാര്യങ്ങളിലുള്ള അഭിനിവേശത്തിൽ നിന്നും ത്രാണനം ചെയ്യാനും ഒരുവൻ കുറഞ്ഞ പക്ഷം 50 വയസ്സിലെങ്കിലും മരണത്തെ സംബന്ധിക്കുന്ന താക്കീത് തീർച്ചയായും കൈക്കൊള്ളണം. അപ്പോ ഇത്തരത്തില് മാനവ ജീവിതം പാഴാക്കി കളയുന്നതിലൂടെ ഉണ്ടാകുന്ന ആപത്ത്, ആ ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അയഥാർത്ഥങ്ങളുടെ കാര്യങ്ങളിലുള്ള അഭിനിവേശത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറഞ്ഞ പക്ഷം 50 വയസ്സിലെങ്കിലും മരണത്തെ സംബന്ധിക്കുന്ന താക്കീത് തീർച്ചയായും കൈക്കൊള്ളും. അപ്പൊ നമ്മൾ ആ മരണം വരും എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു 50 വയസ്സിലെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. 50 വയസ്സാകുന്നതിന് വളരെ മുന്നേ തന്നെ മരണ മുന്നറിയിപ്പുണ്ടെന്നും അതിനാൽ ഒരുവൻ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും ശ്രേഷ്ഠമായ അടുത്ത ജീവിതത്തിന് വേണ്ടി സ്വയം തയ്യാറെടുക്കണമെന്നുമാണ് അടിസ്ഥാന തത്വം. അപ്പൊ അടിസ്ഥാന തത്വത്തിൽ എന്താ പറയുന്നത്? ശരിക്കും ശരിയായ രീതിയിൽ 50 വയസ്സാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്തുണ്ട്? മരണ മുന്നറിയിപ്പുണ്ട്. മരണം ഏത് സമയത്തും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഒരുവൻ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലായാലും എന്ത് ചെയ്തിരിക്കണം? അടുത്ത ജന്മം, ശ്രേഷ്ഠമായ അടുത്ത ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാന തത്വം പറയുന്നത്. മനുഷ്യ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നതിന് യാതൊരുവിധ അവസരവും നൽകാതെ ശ്രേഷ്ഠമായ അടുത്ത ജീവിതം ലഭിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്ന സുസ്ഥാപിതമായ വ്യവസ്ഥാപിത ചട്ടാവട്ടമാണ് സനാതന ധർമ്മം. അപ്പൊ സനാതന ധർമ്മം നമ്മളെ എന്താണ് ചെയ്യിക്കുന്നത്? നമ്മുടെ ആ മനുഷ്യ ജീവിതം അത് വെറുതെ പാഴാക്കി കളയാതെ, അതിനൊരു അവസരം കൊടുക്കാതെ അടുത്ത ജന്മത്തിന് ശ്രേഷ്ഠമായ അടുത്ത ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശീലനം നൽകുന്നതിന് വേണ്ടി സുസ്ഥാപിതമായിട്ടുള്ളൊരു വ്യവസ്ഥാപിത ചട്ടമാണ് എന്ത്? ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഭൗതിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചവർക്ക് ശ്രേഷ്ഠമായ അടുത്ത ജീവിതത്തിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി താമസ സൗകര്യം നൽകുകയാണ് ലോകത്തിലെ മുഴുവൻ പുണ്യസ്ഥലങ്ങളുടെയും ഉദ്ദേശം. അപ്പൊ ഈ തീർത്ഥാടന സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള അടുത്ത ജീവിതത്തിന് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് താമസ സൗകര്യം നൽകുന്നതാണ് എന്താണ് ഉദ്ദേശ്യം? ഈ പുണ്യസ്ഥലങ്ങളുടെയൊക്കെ ഉദ്ദേശം.
ഭൗതിക ജീവിതത്തിന്റെ വിലങ്ങായി കരുതപ്പെടുന്ന കുടുംബ ബന്ധത്തിൽ നിന്നും സ്വതന്ത്രനാകുന്നതിന് വേണ്ടി ജീവിതത്തിന്റെ അന്ത്യത്തിൽ, അതായത് 50 വയസ്സിന് ശേഷം ബുദ്ധിയുള്ളവർ ആത്മീയ പുനരുജ്ജീവനത്തിനുതകുന്ന ജീവിതം നയിക്കാനായി പുണ്യസ്ഥലങ്ങളിൽ വസിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്ത് വേണം? ആ ജീവിതത്തിന്റെ ഭൗതിക ജീവിതത്തിന് വിലങ്ങായി കരുതുന്ന ആ കുടുംബ ബന്ധത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ വേണ്ടിയിട്ട് ജീവിതത്തിന്റെ അവസാനത്തില് അന്ത്യത്തില് 50 വയസ്സിന് ശേഷം എന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? അടുത്ത ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അടുത്ത ജീവിതം ശ്രേഷ്ഠമായൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുണ്യസ്ഥലങ്ങളിൽ പോയിട്ട് വസിക്കണം. ഭൗതിക ബന്ധനത്തിൽ നിന്നും വിമുക്തനാകുന്നതിന് വീട് വിട്ടു പോകണമെന്ന് ഉപദേശിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഭൗതിക ബന്ധനത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? വീട് വിട്ടു പോകണം എന്നാണ് ഇവിടെ ശുകദേവ ഗോസ്വാമി ഉപദേശിക്കുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടെന്നാൽ മരണം വരെ കുടുംബജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരുവന് ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാകാൻ കഴിയില്ല. അപ്പൊ മരണം വരെ നമ്മൾ ആ കുടുംബ ബന്ധനത്തില് പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിലോ നമുക്ക് ഇതിൽ നിന്നും മോചനം നേടാനായിട്ട് സ്വതന്ത്രനാകാൻ നമുക്ക് സാധിക്കില്ല. മാത്രമല്ല ഭൗതികമായി ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഒരുവന് ആത്മീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അപ്പൊ ഭൗതികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നിടത്തോളം നമുക്ക് എന്തറിയില്ല? ആത്മീയതയെ കുറിച്ച് അല്ലെങ്കിൽ ആത്മീയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. വീട് വിട്ടു പോവുകയോ പുണ്യസ്ഥലത്ത് നിയമപരമായോ നിയമവിരുദ്ധമായോ മറ്റൊരു വീട് പണിയുകയോ ചെയ്യുന്നതിലൂടെ മാത്രം ഒരുവൻ ഒരിക്കലും സംപ്രീതനാകരുത്. വീട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുണ്യസ്ഥലത്ത് പോയിട്ട് അവിടെ നിയമപരമായിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് മറ്റൊരു വീട് പണിയുകയോ ചെയ്യുന്നതിലൂടെ അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരുവൻ സംപ്രീതനാകരുത്. ധാരാളം പേർ വീടുപേക്ഷിച്ച് പുണ്യസ്ഥലങ്ങളിൽ പോവുകയും ദുസംഗത്താൽ സ്ത്രീകളുമായും അവിഹിത ബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ വീണ്ടും കുടുംബസ്ഥരാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പലതരത്തിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ദുസംഗം കൊണ്ട് അവിഹിത ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് വീണ്ടും കുടുംബസ്ഥരായിട്ട് ചെയ്യുന്നവരുണ്ട്. സന്തോഷഭരിതമായ വീട് ഉപേക്ഷിച്ച ശേഷം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും അത്തരം വ്യാമോഹങ്ങൾക്ക് അടിമപ്പെടാനുള്ള പ്രവണത ഒരുവനിൽ ഉണ്ടാകത്തക്ക വിധം ശക്തമാണ് ഭൗതികമായുടെ ശക്തി. ഭൗതികതയുടെ അതായത് മായിക ശക്തി, മായയുടെ ശക്തി എന്ന് പറയുന്നത് അത്തരം എന്താ പറയുക വളരെ അധികം സ്വാധീനിക്കുന്നതാണ് മായാശക്തി എന്ന് പറയുന്നത്. അതായത് കുടുംബം വീട് എല്ലാം ഉപേക്ഷിച്ച് പോയതിനു ശേഷവും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ആ വ്യാമോഹങ്ങൾക്ക് അടിമപ്പെടാനുള്ള പ്രവണത എല്ലാവരിലും ഉണ്ടാക്കത്തക്ക വിധമാണ് എന്തിന്റെ ശക്തി? മായാശക്തി. ആകയാൽ ഒരുവൻ ലൈംഗിക വേഴ്ചയ്ക്കുള്ള നാമമാത്രമായ ആഗ്രഹം പോലും ഇല്ലാതെ ബ്രഹ്മചര്യാനുഷ്ഠാനത്തിലൂടെ ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാകുന്നു. സ്വന്തം അസ്തിത്വത്തെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുവൻ ലൈംഗിക സന്തോഷത്തെ ആത്മഹത്യാപരമായോ അല്ലെങ്കിൽ അതിനേക്കാൾ നിർഭാഗ്യകരമായോ ആയിട്ട് പരിഗണിക്കേണ്ടതാണ്. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. ആകയാൽ കുടുംബ ജീവിതത്തിൽ നിന്നും അകന്നു ജീവിക്കുക എന്നാൽ ഇന്ദ്രിയ പൂരണത്തിനുള്ള എല്ലാവിധ ആഗ്രഹങ്ങളിലും വിശേഷിച്ചും ലൈംഗിക ആസക്തിയിൽ ആത്മനിയന്ത്രണം പാലിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഇന്ദ്രിയ പൂരണത്തിനുള്ള എല്ലാവിധ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥമായി പരിശുദ്ധതയുള്ള സ്ഥലത്ത് കയറ്റുപായ മാൻതോൽ പുല്ല് എന്നിവയാൽ നിർമ്മിച്ച ഒരു ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനായിക്കൊണ്ട് അപരാധ നിർമുക്തമായി മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധം ഭഗവാന്റെ ദിവ്യനാമം ജപിക്കുന്നതാണ് വ്യവസ്ഥാപിതമായ രീതി. അപ്പൊ ഇതിന് ഏറ്റവും നല്ല മാർഗം എന്താണ്? അപരാധ നിർമുക്തമായിട്ട് അപരാധമില്ലാതെ ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള രീതി. മനസ്സിനെ ഭൗതികമായ വ്യാപാരങ്ങളിൽ നിന്നും മാറ്റി ഭഗവത് പാദകമലങ്ങളിൽ ഏകാഗ്രമാക്കുകയാണ് ഈ മുഴുവൻ പ്രക്രിയയുടെ ലക്ഷ്യം. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണ്? മെയിനായിട്ട് മനസ്സിനെ ഭൗതികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വ്യാപാരങ്ങളിൽ നിന്ന് എല്ലാത്തിനും മാറ്റിയിട്ട് ഭഗവാന്റെ പാദകമലങ്ങളിൽ ഏകാഗ്രമാക്കുക. അതാണ് ഈ നാമജപ പ്രക്രിയയുടെ അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം. ഭഗവാന്റെ ദിവ്യനാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറയുന്നത് അതാണ്. മനസ്സിനെ ഭൗതികമായിട്ടുള്ള വ്യാപാരങ്ങളിൽ നിന്നെല്ലാം മാറ്റാനായിട്ട് കൊണ്ട് സാധിക്കും. ഈ ലളിതമായ പ്രക്രിയ ഒരുവനെ ആത്മീയ ജീവിതത്തിന്റെ ഉത്തുംഗ പദവിയിലേക്ക് ഉന്നമിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ കരുത്തിക്കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്നും തന്നെ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഭഗവാന്റെ നാമം ജപിച്ചു പോയാൽ മാത്രം മതി. നമ്മൾ ഭഗവാന്റെ നാമം അപരാധമുക്തമായിട്ട് അപരാധമില്ലാതെ ഭഗവാന്റെ നാമം ജപിക്കുക, അത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താണ്? എല്ലാം ഓട്ടോ സെറ്റാണ്, തന്നെത്താനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭൗതികമായ കാര്യങ്ങളിൽ നിന്നും ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ എന്ത് സംഭവിക്കും? വിരക്തി വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ
ലളിതമായ പ്രക്രിയ, ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. നമ്മളെ ആത്മീയ ജീവിതത്തിന്റെ ഉത്തുംഗ പദവിയിലേക്ക് ഉന്നമിപ്പിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടും ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഇവിടെ പറയണം. അപ്പൊ എല്ലാ വിധത്തിലുള്ള ഇന്ദ്രിയ നിയന്ത്രണത്തിന് നമുക്ക് എന്ത് സഹായിക്കും? ഈ നാമജപം കൊണ്ട് സാധിക്കും. ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിരക്തി വന്നുകൊണ്ടിരിക്കും. ശ്ലോകം 17. അഭ്യാസേൻ മനസാ ശുദ്ധം ത്രിവൃത് ബ്രഹ്മാക്ഷരം പരം മനോ യച്ഛേജിതാ ശ്വാസോ ബ്രഹ്മബീജാമ വിസ്മരൻ. അഭ്യാസേൻ മനസാ ശുദ്ധം ത്രിവൃത് ബ്രഹ്മാക്ഷരം പരം മനോ യച്ഛേജിതാ ശ്വാസോ ബ്രഹ്മബീജാമ വിസ്മരൻ. ചൊല്ലാം. ബ്രഹ്മാക്ഷരം പരം ബ്രഹ്മ ബീജാമ വിസ്മരൻ. ജിതശ്വാസോ ബ്രഹ്മബീജം അവിസ്മരൻ. ബ്രഹ്മാക്ഷരം പരം മനോയച്ഛേജിതാശ്വാസോ ഹരേ കൃഷ്ണ. അഭ്യാസേ ഒരുവൻ പരിശീലിക്കണം. മനസാൽ ശുദ്ധം പരിശുദ്ധം. ത്രിവൃത് മൂന്നെണ്ണത്താൽ കൂട്ടിച്ചേർത്തത്. ബ്രഹ്മാക്ഷരം ദിവ്യമായ അക്ഷരങ്ങൾ. പരമമായ. മനസ്സ്. യച്ഛേത് നിയന്ത്രണത്തിലാക്കുക. ജിത ശ്വാസനം നിയന്ത്രിച്ചുകൊണ്ട്. ബ്രഹ്മ നിരപേക്ഷമായ. ബീജം അവിസ്മരൻ വിസ്മരിക്കാതെ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം മുകളിൽ പ്രസ്താവിച്ച വിധം ആസനസ്ഥനായ ശേഷം ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ചുകൊണ്ട് ഓം എന്ന അതീന്ദ്രിയ പദത്തെ മനസ്സിൽ ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് ആ അതീന്ദ്രിയ ദിവ്യ ബീജത്തെ വിസ്മരിക്കത്തക്ക വിധം മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലെ, ആദ്യം തന്നെ എന്ത് പറഞ്ഞു? മാൻതോലും പിന്നെ അതിനുശേഷം മാൻതോലിന് മുന്നേ വേറെന്ത് പറഞ്ഞല്ലോ? എന്താ പറഞ്ഞത്? മാൻതോല്, പായ, കയറ്റുപായ, പുല്ല് എന്നിവയിൽ നിർമ്മിച്ച ഇരിപ്പിടത്തിലിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. നമ്മള് ആ ഇരിപ്പിടത്തിൽ ഇരുന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്? ആസനസ്ഥനായ ശേഷം ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ചുകൊണ്ട് ഓം എന്ന അതീന്ദ്രിയ പദത്തെ മനസ്സിൽ ആവർത്തിച്ചുച്ചരിച്ചുകൊണ്ട് ആ അതീന്ദ്രിയ ദിവ്യ ബീജത്തെ വിസ്മരിക്കാത്ത വിധത്തില് മനസ്സിനെ നിയന്ത്രിക്കണം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഓംകാരം അഥവാ പ്രണവം അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ ബീജമാകുന്നു. ഇവിടെ എന്തിനെ കുറിച്ച് പറയുന്നത്? ഓംകാരം അല്ലെങ്കിൽ പ്രണവം എന്ന് പറയുന്നത് അതീന്ദ്രിയ ആ സാക്ഷാത്കാരത്തിന്റെ ബീജമാണെന്ത്? ഓംകാരം. അത് ആ ഉ മ എന്ന 3 ദിവ്യാക്ഷരങ്ങളാൽ ഘടിതമാണ്. മഹായോഗികളുടെ അനുഭവജ്ഞാനത്താൽ നിരൂപിക്കപ്പെട്ടതും അതീന്ദ്രിയവും സമാധിയിലേക്ക് പ്രവേശിക്കാനുള്ള യാന്ത്രിക മാർഗവുമായ ശ്വസന പ്രക്രിയയുമായി സംയോജിപ്പിച്ച് മനസ്സാലുള്ള ഓംകാര ജപത്താൽ ഭൗതികതയിൽ നിമഗ്നനായ മനസ്സിനെ തിരികെ കൊണ്ടുവരാനും നിയന്ത്രണ വിധേയമാക്കാനും ഒരുവന് കഴിയും. മനസ്സിന്റെ ശീലം മാറ്റുന്നതിനുള്ള മാർഗമാണിത്. മനസ്സിനെ കൊല്ലേണ്ട ആവശ്യമില്ല. മനസ്സിനെയോ ആഗ്രഹത്തെയോ തടുക്കാനോ കഴിയുകയില്ല. എന്നാൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള കർമ്മനിർവഹണത്തിന് ആഗ്രഹം വളർത്താനും അപ്രകാരം മനസ്സ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗുണങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. കർമ്മക്ഷമമായ ഇന്ദ്രിയങ്ങളുടെ കേന്ദ്രം മനസ്സാണ്. അതിനാൽ ചിന്തയുടെയും വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഗുണം മെച്ചപ്പെടുത്തുന്ന പക്ഷം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേന്മയും കർമ്മങ്ങളുടെ ഗുണവും സ്വാഭാവികമായി മെച്ചപ്പെടും. എല്ലാ അതീന്ദ്രിയ ശബ്ദങ്ങളുടെയും ബീജമാണ് ഓംകാരം. മാത്രമല്ല മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും സ്പൃഹണീയമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഏക ശബ്ദവും ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഓംകാരം അല്ലെങ്കിൽ പ്രണവം എന്ന് പറഞ്ഞാല് അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ ബീജമാണ്. അത് എന്ന് പറഞ്ഞ 3 ദിവ്യാക്ഷരങ്ങളാൽ സംയോജിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ആ ഉ മ. ഈ 3 അക്ഷരങ്ങൾ കൊണ്ടാണ് ഘടിതമാണെന്ത്? ഈ ഓംകാരം എന്ന് പറയുന്നത്.
മഹായോഗികളുടെ അനുഭവജ്ഞാനത്താൽ നിരൂപിക്കപ്പെട്ടതും അതീന്ദ്രിയവും സമാധിയിലേക്ക് പ്രവേശിക്കാനുള്ള യാന്ത്രികമായിട്ടുള്ള മാർഗമായിട്ടുള്ള ശ്വസന പ്രക്രിയയുമായി സംയോജിപ്പിച്ച് മനസ്സാലുള്ള ഓങ്കാര ജപത്താൽ ഭൗതികതയിൽ നിമഗ്നനായ മനസ്സിനെ തിരികെ കൊണ്ടുവരാനും നിയന്ത്രണ വിധേയമാക്കാനും ഒരു കഴിയും. അപ്പോൾ ഈ ഭൗതികതയിൽ മുങ്ങിക്കിടക്കുന്ന ആ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്താ സാധിക്കുന്നത്? നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഈ മഹായോഗികളുടെ യോഗികളെ കുറിച്ചാണ് പറയുന്നത്. യോഗികളുടെ അനുഭവത്തിൽ എന്തുകൊണ്ട് സാധിക്കും? ഓങ്കാരം കൊണ്ട് സാധിക്കും. അപ്പോൾ യോഗികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനസ്സിന്റെ ശീലം മാറ്റുന്നതിനുള്ളൊരു മാർഗമാണിത്. നമുക്ക് അതിന് മനസ്സിനെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം മനസ്സിനെ നമ്മൾ ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നുണ്ട് അല്ലെ, മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പൊ നമ്മൾ മനസ്സിനെ കൊല്ലേണ്ട ആവശ്യമില്ല. മനസ്സിന്റെ ആഗ്രഹത്തെ നമുക്ക് തടുക്കാൻ കഴിയില്ല. നമുക്കറിയാം ചഞ്ചലം, മനസ്സ് എപ്പോഴും ചഞ്ചലം പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിനെ തടുക്കാനോ നമുക്കൊന്നും സാധിക്കില്ല. പക്ഷെ നമുക്ക് എന്ത് സാധിക്കാം? ആത്മസാക്ഷാത്കാരമുള്ള കർമ്മനിർവഹണത്തിന് ആഗ്രഹം വളർത്താം. അതേപോലെ തന്നെ മനസ്സ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗുണത്തിൽ മാറ്റം വരുത്താം. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താം. അല്ലാതെ നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് മനസ്സിനെ കൊല്ലാൻ സാധിക്കില്ല. നമുക്ക് എന്താ ചെയ്യാം? ആ ചെയ്യുന്ന പ്രവർത്തികളിൽ, ആ ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തകളിൽ നമുക്ക് മാറ്റം വരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ കർമ്മങ്ങളുടെ ഗുണത്തില് മാറ്റം വരുത്താം. അപ്പൊ കർമ്മക്ഷമമായ ഇന്ദ്രിയങ്ങളുടെ കേന്ദ്രം എന്താണ്? മനസ്സാണ്. അതുകൊണ്ട് ചിന്തയുടെയും വികാരങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഗുണം മെച്ചപ്പെടുത്തുന്ന പക്ഷം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേന്മയും കർമ്മങ്ങളുടെ ഗുണവും സ്വാഭാവികമായും മെച്ചപ്പെടും. അപ്പൊ നമ്മളത് എന്താ ചെയ്യേണ്ട? കൊല്ലല്ല വേണ്ടത് മനസ്സിന്. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകളുടെ അല്ലെങ്കിൽ വികാരങ്ങളുടെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളുടെ ഗുണമാണ് നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത്. അത് മെച്ചപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേന്മ കൂടും, കർമ്മങ്ങളുടെ ഗുണമെല്ലാം സ്വാഭാവികമായിട്ട് മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെയാണ് നമുക്കതിനെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ അതീന്ദ്രിയ ശബ്ദങ്ങളുടെയും ബീജമാണ് ഓങ്കാരം. മാത്രമല്ല മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും സ്പൃഹണീയമായ മാറ്റം വരുത്താൻ കഴിയുന്ന ഏക ശബ്ദവും എന്ത് തന്നെയാണ്? ഈ ഓങ്കാരം കൊണ്ട് നമുക്ക് സാധിക്കും. ചിത്തഭ്രമം ബാധിച്ച ഒരുവനെ ഈ അതീന്ദ്രിയ ശബ്ദ ചികിത്സയുടെ ഭേദമാക്കാൻ സാധ്യമാണ്. ഭഗവത്ഗീതയിൽ പ്രണവം, അതായത് ഓങ്കാരം പരമസത്യത്തിന്റെ നേരിട്ടുള്ള അക്ഷരാർത്ഥ പ്രാതിനിധ്യമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ, ഭഗവാൻ ഓങ്കാരം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. പ്രണവം മുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ ഭഗവാന്റെ ദിവ്യനാമം രുജുവായി ജപിക്കാൻ കഴിയാത്ത ഒരുവന് പ്രണവ മന്ത്രമായ ഓങ്കാരം അനായാസനെ ജപിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാവർക്കും എന്ത് സാധിക്കില്ല? വളരെ ലളിതമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എന്ത് സാധിക്കണമെന്നില്ല? ഭഗവാന്റെ നാമം രുജുവായിട്ട് ജപിക്കാൻ കഴിയില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം? ഈ പ്രണവ മന്ത്രമായിട്ടുള്ള ഓംകാരം അനായാസനെ ജപിക്കാവുന്നുള്ളൂ. അപ്പോ ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കാത്തവർക്ക് എന്ത് സാധിക്കുന്ന പറയണത്? ഓങ്കാരം ജപിക്കാനായിട്ട് സാധിക്കും. എളുപ്പത്തിൽ ലളിതമായിട്ട് നാമം ജപിക്കാൻ സാധിക്കാത്തവർക്ക്. അല്ലയോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ എന്നർത്ഥമാക്കുന്ന ഓം ഹരി ഓം എന്നതുപോലെ ഈ ഓങ്കാരം ഒരു അഭിസംബോധനാ പദം മാത്രമാണ്. അപ്പോൾ ഇവിടെ ഓങ്കാരം എന്ന് പറയുന്നത് അഭിസംബോധന ചെയ്യ മാത്രമാണ്. അല്ലെങ്കിൽ ഓം ഹരി ഓം എന്ന് പറഞ്ഞ എന്താണ് പറയുന്നത്? അല്ലയോ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ എന്നാണ് അർത്ഥമാക്കുന്നത്. അതൊരു അഭിസംബോധനാ പദം മാത്രമാണ്. നാം മുമ്പ് വിവരിച്ചതുപോലെ ഭഗവാന്റെ ദിവ്യനാമം ഭഗവാനിൽ നിന്നും അനന്യമാണ്. അപ്പൊ ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മില് യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെയാണ് എന്ത്? ഓങ്കാരവും. അപൂർണമായ ഇന്ദ്രിയങ്ങളിലൂടെ ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെയും നാമത്തെയും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഒരേ സമയം ശ്വസനത്തെ നിയന്ത്രിച്ചും മനസ്സിൽ പ്രണവ മന്ത്രം ആവർത്തിച്ചുരുവിട്ടും അനുഷ്ഠിക്കുന്ന യാന്ത്രിക പ്രക്രിയയിലൂടെ ആത്മസാക്ഷാത്കാര പരിശീലനത്തിന് ശിക്ഷണം നൽകുന്നു. അപ്പോൾ ഇവിടെ അപൂർണമായ ഇന്ദ്രിയങ്ങളിലൂടെ ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ നാമത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്ത, അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ അപൂർണമായിട്ടുള്ളതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഒരേ സമയം തന്നെ ശ്വാസത്തെ നിയന്ത്രിച്ചും മനസ്സില് പ്രണവ മന്ത്രം ഈ പറഞ്ഞ ഓംകാരം ആവർത്തിച്ചുരുവിട്ടും അനുഷ്ഠിക്കുന്ന യാന്ത്രിക പ്രക്രിയയിലൂടെ ആത്മസാക്ഷാത്കാര പരിശീലനത്തിന് ശിക്ഷണം നൽകുന്നു. അപ്പോൾ ഭഗവാന്റെ നാമം അല്ലെങ്കിൽ ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ഈ യോഗികളിലൂടെ അത്തരത്തില് നമ്മൾ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സിൽ പ്രണവമന്ത്രം ഉരുവിട്ടുകൊണ്ട് അനുഷ്ഠിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഈ പറയുന്ന ഓങ്കാരം ജപിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്.
നാം ശ്വസനത്തെ നിയന്ത്രിച്ച് മനസ്സിൽ പ്രണവ മന്ത്രം ആവർത്തിച്ചും ഉരുവിട്ടും അനുഷ്ഠിക്കുന്ന യാന്ത്രിക പ്രക്രിയയിലൂടെ ആത്മസാക്ഷാത്കാര പരിശീലനത്തിന് ശിക്ഷണം നൽകുന്നു. നാം നിരവധി തവണ വെളിപ്പെടുത്തിയതുപോലെ ഭഗവാന്റെ ദിവ്യനാമരൂപ ഗുണങ്ങൾ, ലീലകൾ തുടങ്ങിയവ നിലവിലെ ഭൗതികമായ ഇന്ദ്രിയങ്ങളാൽ മനസ്സിലാക്കാൻ അസാധ്യമാകയാൽ ഇന്ദ്രിയ കർമ്മങ്ങളുടെ കേന്ദ്രമായ മനസ്സിൽ കൂടി അത്തരം അതീന്ദ്രിയ സാക്ഷാത്കാരം ചലനാത്മകമാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് എന്തറിയാം, നമ്മുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എന്ത് സാധിക്കണം എന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഭഗവാന്റെ നാമരൂപ ഗുണലീലകളെ കുറിച്ചൊന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ അസാധ്യമായതുകൊണ്ട് ഇന്ദ്രിയ കർമ്മങ്ങളുടെ കേന്ദ്രമായിട്ടുള്ള മനസ്സിൽ കൂടി അത്തരം അതീന്ദ്രിയ സാക്ഷാത്കാരം ചലനാത്മകമാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ എന്താണ്, ഇന്ദ്രിയങ്ങളുടെ കർമ്മകേന്ദ്രമായിട്ടുള്ള മനസ്സിൽ കൂടി ആ അതീന്ദ്രിയ സാക്ഷാത്കാരത്തെ നമ്മൾ ചലനാത്മകമാക്കണം. അതിനെ നമ്മൾ അതിലേക്ക് എന്താ പറയാ, നമ്മള് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പരമസത്യത്തിന്റെ വ്യക്തി രൂപത്തിൽ ആ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനിൽ ഭക്തർ അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. എന്നാൽ ആ പരമസത്യത്തിന്റെ അത്തരം വ്യക്തിഗത ഭാവവുമായി സമരസപ്പെടാൻ കഴിയാത്ത ഒരുവന്റെ മനസ്സിന്റെ തുടർന്നുള്ള പുരോഗതിക്ക് ആവശ്യമായ പരിശീലനത്തിന് ഉപദേശം നൽകുന്നു. അപ്പോൾ ഇവിടെ ഭക്തന്മാരെന്താ ചെയ്യണത്, ആ പരമസത്യത്തിന്റെ വ്യക്തി രൂപത്തില് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനില് ഭക്തർ അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ഭക്തന്മാര് ഭഗവാനില് അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ പരമസത്യത്തിന്റെ അത്തരം വ്യക്തിഗത ഭാവമായി സമരസപ്പെടുത്താൻ കഴിയാത്ത ഒരുവന്റെ മനസ്സിന്റെ തുടർന്നുള്ള പുരോഗതിക്ക് ആവശ്യമായ പരിശീലനത്തിന് ഉപദേശം നൽകുന്നു. അപ്പോൾ ഭക്തന്മാര് എന്താ ചെയ്യുന്നത്, ആ പരമസത്യത്തിന്റെ ആ ഭഗവാന്റെ വ്യക്തിഗത ഭാവമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, അവര് ആരാധിക്കുന്നത്. ഭഗവാനെ വ്യക്തി രൂപത്തിൽ മനസ്സിൽ ഏകാഗ്രമാക്കുന്നത് ഭക്തന്മാര് ഭഗവാന്റെ ആ വ്യക്തി രൂപത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അത് ചെയ്യാൻ സാധിക്കാത്തവർക്കാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഓംകാരത്തിലൂടെ ഭഗവാന്റെ ആ എന്താ പറയാ പ്രണവം, ആ ഓംകാരത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കുന്നത്, നമ്മള് ആ മനസ്സിനെ അതിലേക്ക് മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശ്ലോകം 18. ഓം നമോ ഭഗവതേ വാസുദേവായ നിയച്ഛേദിഷയേഭ്യോ നിയച്ഛേദ്വിഷയേഭ്യോ അക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനാ കർമാഭിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയേതിയ നിയച്ഛേദ്വിഷയേഭ്യോ അക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനാ കർമാഭിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയേതിയ. ചൊല്ലാം. ഹരേ കൃഷ്ണ. നിയച്ഛേദ് പിൻവലിക്കുക, വിഷയേഭ്യ ഇന്ദ്രിയ ആസ്വാദനങ്ങളിൽ നിന്നും, അക്ഷാൻ ഇന്ദ്രിയങ്ങൾ, മനസ്സിനെ മാർഗമാക്കി, ബുദ്ധി സാരഥി മനസ്സ്, കർമ്മഭി ഫലോദിഷ്ട കർമ്മത്താൽ, ആക്ഷിപ്തം ആമഗ്നനായി, ശുദ്ധാർത്ഥേ ഭഗവാന് വേണ്ടി, ധാരയെ ഉയർത്തുക, ദിയ പൂർണ്ണ അവബോധത്തിൽ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം: മനസ്സ് ഉത്തരോത്തരമായി ആത്മീയമായി തീരുമ്പോൾ അതിനെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവലിക്കുകയും ബുദ്ധിയാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം. ഭൗതിക പ്രവർത്തനങ്ങളിൽ അത്യന്ത നിമഗ്നനായ മനസ്സിനെ പരമദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിൽ വ്യാപൃതമാക്കുകയും അപ്രകാരം പൂർണ്ണമായ അതീന്ദ്രിയ അവബോധത്തിൽ സ്ഥിരീകൃതമാവുകയും വേണം. ഇവിടെ പറയുന്നത് മനസ്സിനെ എന്താ ചെയ്യേണ്ടത്, മനസ്സിനെ ഉത്തരോത്തരമായിട്ട് മനസ്സ് ആത്മീയമായി തീരുമ്പോൾ അതിനെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിക്കണം. പിന്നെ ബുദ്ധിയാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും വേണം. ഭൗതികമായ പ്രവർത്തനങ്ങളിൽ അത്യന്തം നിമഗ്നായ മനസ്സിനെ പരമദിവ്യോത്തമ
പരമദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിൽ വ്യാപൃതമാക്കുകയും അപ്രകാരം പൂർണ്ണമായിട്ടും അതീന്ദ്രിയ ബോധത്തിൽ സ്ഥിരീകൃതമാക്കുകയും വേണം. അപ്പൊ നമ്മള് മനസ്സിനെ ഉത്തരോത്തരമായിട്ട് ആത്മീയമായി തീരും. ഇപ്പൊ നമ്മളിങ്ങനെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ, മനസ്സ് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ പതുക്കെ പതുക്കെ അത് ആത്മീയമായിട്ട് മാറും. അപ്പൊ അതിനെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്ത് ബുദ്ധി കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഭൗതിക പ്രവർത്തനങ്ങളിൽ അത്യന്തം നിമഗ്നനായിട്ടുള്ള മനസ്സിനെ പരമദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിൽ വ്യാപൃതമാക്കുക. അപ്രകാരം നമുക്ക് എന്ത് സാധിക്കും? പൂർണ്ണമായിട്ട് അതീന്ദ്രിയ അവബോധത്തിൽ സ്ഥിരീകൃതനാകാനായിട്ട് നമുക്ക് സാധിക്കും. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. മനസ്സിനെ ആത്മീയവൽക്കരിക്കുന്നതിനുള്ള പ്രഥമ നടപടിയായ ശ്വസന പ്രക്രിയയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള യാന്ത്രികമായ പ്രണവ മന്ത്രോച്ചാരണത്തെ ശാസ്ത്രീയമായി പ്രാണായാമം അഥവാ പ്രാണവായുവിനെ പൂർണ്ണമായി നിയന്ത്രിക്കുക എന്ന യോഗാഭ്യാസം അല്ലെങ്കിൽ അപൂർവ ദുർജ്ഞേയമായ ക്രിയ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ പ്രാണായാമ പ്രക്രിയയുടെ പരമമായ അവസ്ഥ മോഹനിദ്രയിൽ സ്ഥിരീകൃതമായിരിക്കുകയാണ്. ശാസ്ത്രീയമായി ഇതിനെ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഈ സമാധി അവസ്ഥ പോലും ഭൗതികതയിൽ നിമഗ്നമായ മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് അനുഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ദൃഷ്ടാന്തമായി മഹായോഗിയായ വിശ്വാമിത്ര മുനി സമാധിയിലായിരുന്നെങ്കിൽ പോലും കാമത്തിന് ഇരയായി തീരുകയും മേനകയുമായി സംഭോഗത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ചരിത്രത്തിൽ മുമ്പേ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭോഗാസക്തമായ പ്രവർത്തനങ്ങൾക്ക് വിരാമമിടാൻ മനസ്സാഗ്രഹിക്കുമെങ്കിലും അബോധ മനസ്സ് ഭോഗാസക്തമായ പൂർവ്വ ചെയ്തികളെ കുറിച്ച് സ്മരിക്കുന്നതിനാൽ അത് ആത്മസാക്ഷാത്കാരത്തിൽ പൂർണ്ണമായി വ്യാപരിക്കുന്നതിൽ ഒരുവനെ ശല്യപ്പെടുത്തുന്നു. അപ്പോൾ പറയുന്നത് മനസ്സിനെ ആത്മീയവൽക്കരിക്കുന്നുള്ള പ്രഥമ നടപടിയായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ ശ്വസന പ്രക്രിയ നിയന്ത്രിച്ചു കൊണ്ടുള്ള ആ പ്രാണായാമം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പ്രാണവായുവിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ യോഗാഭ്യാസമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രാണായാമ പ്രക്രിയ പരമമായിട്ട് എങ്ങനെയാണ്? പരമമായ അവസ്ഥ മോഹാനിദ്രയിൽ സ്ഥിരീകൃതമായിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം? സമാധി എന്ന് പറയാം. ഈ സമാധിയുടെ അവസ്ഥയിലും എന്താ പറഞ്ഞത്? മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് അനുഭവങ്ങൾ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് അനുഭവത്തിൽ പറയുന്നത് എന്താണത്? പരാജയം സംഭവിക്കും എന്നുള്ളതിന് പറയുന്നത് ഉദാഹരണം ആരെ പറയുന്നത്? വിശ്വാമിത്ര മഹർഷിയാണ് പറയുന്നത്. സമാധിയിലായിരുന്ന സമയത്ത് അദ്ദേഹം മേനകയുമായിട്ട് സംഭോഗത്തിൽ ഏർപ്പെട്ടു എന്നുള്ളൊരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഭോഗാസക്തമായ പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇടാനായിട്ട് മനസ്സ് ആഗ്രഹിച്ചാലും നമ്മുടെ അബോധ മനസ്സ് അതെന്താണ്? ആ പൂർവ്വ ചെയ്തികളെ കുറിച്ച് ഓർമ്മയുള്ളത് കൊണ്ട് അതെന്ത് ചെയ്യാണ്? അത് ആത്മസാക്ഷാത്കാരത്തിൽ വ്യാപരിക്കാനായിട്ട് ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും വ്യാപരിക്കുന്ന വ്യക്തിയെ ശല്യപ്പെടുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരമദിവ്യോത്തമ പുരുഷന്റെ സേവനത്തിൽ മനസ്സിനെ സ്ഥിരീകൃതമാക്കുന്ന എന്ന ഭദ്രമായ തന്ത്രം ശ്രീ ശുകദേവ ഗോസ്വാമി നിർദ്ദേശിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ നമ്മുടെ മനസ്സിനെ സ്ഥിരീകൃതമാക്കുക എന്ന ഭദ്രമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവിടെ ആര് പറയണത്? ശുകദേവ ഗോസ്വാമി നിർദ്ദേശിച്ചിരിക്കുന്നത്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനും ഋജുവായ ഈ പ്രക്രിയയെ ഭഗവത്ഗീതയിൽ ഉപദേശിച്ചിരിക്കുന്നു. 6:47 പറയുന്നപ്പോ ഭഗവാനും എന്ത് പറയുന്നതാണ്? ഏറ്റവും ലളിതമായ പ്രക്രിയയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? ഭഗവാന്റെ സേവനത്തിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്രകാരം മനസ്സ് ആത്മീയമായി ശുദ്ധമാക്കപ്പെടുകയാൽ ശ്രവണം, കീർത്തനം തുടങ്ങി വിവിധ ഭക്തിയുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരുവൻ തൽക്ഷണം ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമിത സേവനത്തിൽ സ്വയം വ്യാപൃതനാകുന്നു. അപ്പൊ എന്ത് സാധിക്കും? ഭക്തിയിലൂടെ, നവവിധ ഭക്തി പറയുന്ന ഭക്തിയിലൂടെ ഭഗവാന്റെ അതീന്ദ്രിയമായ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയം നമുക്ക് എന്ത് സാധിക്കും? ആത്മീയമായിട്ട് മനസ്സിനെ ശുദ്ധീകരിക്കപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ശരിയായ മാർഗനിർദ്ദേശത്താൽ അനുഷ്ഠിക്കുന്നത് വഴി പ്രക്ഷുബ്ധമായ മനസ്സിന് പോലും അത് പുരോഗമനത്തിനുള്ള സുനിശ്ചിതമായ പ്രവർത്തന പഥമായി തീരുന്നു. നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഇതെല്ലാം അനുഷ്ഠിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ എത്ര പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു മനസ്സിനും എന്ത് സാധിക്കും? പുരോഗമനത്തിനുള്ള സുനിശ്ചിതമായിട്ടുള്ള പ്രവർത്തന പദമായിട്ട് തീരും. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഷനിൽ എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്ക് ഭക്തിയിലൂടെ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് എല്ലാ തരത്തിലും നിയന്ത്രണം, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനായിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം എന്ത് തന്നെയാണ്? ഭക്തി, ഭഗവത് സേവനം തന്നെയാണ് എന്നാണ് പറയുന്നത്. ബാക്കി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ യോഗികൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മൾ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? അതൊക്കെ വീഴ്ചയാണ് എന്നുള്ളതാണ് ഇവിടെ ഉദാഹരണ സഹിതം വിശ്വാമിത്ര മഹർഷിയുടെ ഉദാഹരണ സഹിതം പറയുന്നത്.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ ഭക്തവൃന്ദ की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, नित्याय गौर प्रेमानंदे, हरि हरि बोल. हरे कृष्ण. കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ 3 പേരുടെ ബർത്ത്ഡേ ആണ്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഇന്ന് നമ്മുടെ രേണു മാതാജിയുടെയും കൃഷ്ണകുട്ടി പ്രഭുവിന്റെ മകളുടെ ധനിയ, എന്താ പേര്, സോറി പേര് ഞാൻ മറന്നുപോയി, ധനിയ മാതാജിയുടെ ബർത്ത്ഡേ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആരാണ്, സത്യവതി മാതാജി അല്ലേ, പേരും വിട്ടു, ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ. പിന്നെ നളിനി മാതാജിയുടെ ചെറുമകന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. പിന്നെ വന്നിട്ട് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, സത്യഭാമ മാതാജിയുടെ ഹസ്ബൻഡ് ഗോപിനാഥ് പ്രഭുവിന്റെ പിറന്നാളാണ്. 3 പേരുടെ ബർത്ത്ഡേ ഉണ്ടെന്ന് വിഷസ്. 3 പേർക്കും വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ഒരു ഹരികൃഷ്ണ മഹാമന്ത്രം ചൊല്ലാം. എല്ലാവർക്കും കൃഷ്ണാവബോധം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. നിങ്ങൾക്ക് അപ്പൊ നമുക്ക് നേരിട്ട് അമ്പലത്തിൽ പറയാം. 7 മണി